വളരെ സിമ്പിളാണ്. കാരണം ഇത് എപ്പോഴും വർക്ക് ചെയ്യുന്നതല്ലേ. കാരണം ഇതിന് എനർജി ലോസ് ഇല്ല. ഇനി ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും പ്രപഞ്ചത്തിൻ്റെ. എനിക്കിത്ര എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ കുറച്ചും കൂടി ചെയ്യും. വർക്ക് ചെയ്യും. നമ്മൾ താഴെ വീണിട്ടുള്ളതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം, മനസ്സിലായി. പക്ഷെ എഴുന്നേറ്റ് നിൽക്കേണ്ട പോലെ നിന്നാൽ പോലെ അവിടെ എഫോർട്ട്ലെസ്ലി പാടുവിടും ഒന്നും ചെയ്യണ്ട, മനസ്സിലായി. അപ്പോൾ പറക്കേണ്ടതാണെങ്കിൽ പറക്കും. മറ്റേ വളരെ സിമ്പിളാണ്, പക്ക സിമ്പിളാണ്. ഇതിന് ഒരു പുസ്തകവും നോക്കണ്ട. പുസ്തകം നോക്കി വായിക്കുന്നത് എന്തുകൊണ്ടാണ്? പുസ്തകം നോക്കി വായിക്കാൻ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടല്ലേ. പഠിപ്പിച്ചവരുടെ താല്പര്യം എന്താണ്? അതുമാത്രമല്ലേ വായിക്കാൻ പറ്റത്തുള്ളൂ. പഠിപ്പിച്ചവരുടെ താല്പര്യം എന്താണ്? അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭാഗമാണെങ്കിൽ ജീവൻ ആരാണോ തന്നിരിക്കുന്നത് ആ ഭാഗമാവും. പഠിപ്പിച്ചത് ആരാണ് അവരുടെ താല്പര്യം നടക്കും. കൺട്രോളുണ്ട്, ജീവനിലും കൺട്രോളുണ്ട്. പക്ഷെ ജീവൻ്റെ കൺട്രോൾ നമ്മൾ എൻ്റർടൈനിങ് ആണ്, മനസ്സിലായത്. ദാറ്റ് ഈസ് ലിവിങ് കൺട്രോൾ. മറ്റൊരു ജീവനില്ല. കാരണം പഠിപ്പിച്ചവർക്ക് ജീവനില്ല, ചത്തുപോയില്ലേ. പഠിപ്പിച്ച ആൾക്കാരൊക്കെ ചത്തുപോവുകയാണ്. ജീവൻ്റെ സ്വത്ത്, ജീവൻ്റെ ആ സാധ്യത അവിടെ നിലനിൽക്കുന്നതാണ്. ഇത് വെറുതെ വിട്ടുകൊടുത്താൽ കിട്ടാവുന്ന കാര്യമാണ്. സറണ്ടർ ചെയ്യുക, അതിനാ സറണ്ടർ എന്ന് പറഞ്ഞാൽ. പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്താൽ മതി, പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ സറണ്ടർ ചെയ്യണ്ട, മനസ്സിലായി. നമ്മൾ അക്ഷരം പഠിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ സെബാസ്റ്റ്യൻ വളവള വർത്താനം പറയണത്. കാരണം ഈ ഭാഷയെ കൊല്ലാനാണ് ഞാൻ നോക്കുന്നത്. കാരണം ഈ ചത്ത ഭാഷയാണ്. ഈ ചത്ത ഭാഷ മാറിയിട്ട് ഒരു സ്ത്രീയുടെ സാന്നിധ്യം വരുമ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഉത്തേജനം, അതിന് ABCD ഇല്ലല്ലോ. ഉണ്ടാ, അതിന് ABCD ഇല്ല. ആ ഭാഷ ജീവൻ്റെ ഭാഷയാണ്. പക്ഷെ ആ ഭാഷയെ ഇവിടെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു, സ്ഖലനം നടക്കുന്നു, റീപ്രൊഡക്ഷനിലോട്ട് പോകുന്നു, പിന്നെ തീർന്നു. പിന്നെ ആൾ ചത്തു പോകുന്നു. റീപ്രൊഡ്യൂസ് ചെയ്തോ, എന്നെ വേണ്ട, ഞാൻ എൻ്റെ കുഞ്ഞിനെ അവശേഷിപ്പിച്ചത്. എന്ത് കാര്യത്തിനാണ്? ആര് ചോദിച്ചു? ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്നെ സൃഷ്ടിച്ചതല്ല. ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷെ പറഞ്ഞത് നിന്നെ ഞങ്ങൾ വളർത്തിയാണ് എന്ന അവകാശം പറയുന്ന ആൾക്കാരൊക്കെ കിടന്ന് പാടുപിടിക്കുക. അത് വേറെ ഒന്നുമല്ല. മാതാപിതാക്കൾ കിടന്ന് കഷ്ടപ്പെടുക. എന്തിനാണ് മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത്? ഇപ്പം എനിക്കുമുണ്ട്, മക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കഷ്ടപ്പെടണമൊന്നുമില്ല. അവൻ ജീവിക്കുന്നു അല്ലേ. അവൻ മെൻ്റലി റിട്ടയർഡാണ്. അവന് ഒരുപാട് പ്രശ്നങ്ങൾ. ഇവിടെ കുറേ പാടുപെട്ട് ആ ഒരു പാടില്ലാത്തൊരു സ്റ്റേജിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ വന്നപ്പോൾ അവൻ ജീവിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെ അവനും ജീവിക്കുന്നു. അവൻ ബഹളം വെക്കണമെങ്കിൽ അവൻ ബഹളം വെക്കണം. അവൻ ബഹളം വെക്കണില്ലെന്ന് അവൻ തിരിച്ചറിയും. അവൻ ബഹളം വെക്കുമ്പോൾ ബാക്കിയുള്ളവരും ആ ബഹളത്തിൽ പെട്ടുപോകുന്നു. എന്നുവെച്ചാൽ പ്രാപ്തിയില്ലാത്ത കുറേ ആൾക്കാർ, മനസ്സിലായി. അവന് കുറച്ച് ബലഹീനതയും കാര്യങ്ങളുണ്ട്. അവൻ നോക്കട്ടെ. അവൻ ബലഹീനനാണെന്ന് നമ്മൾ ബലഹീനനാകേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ബലത്തിൽ നിൽക്കണം. അപ്പോൾ അവൻ അവൻ്റെ ബലത്തിൽ നിൽക്കാൻ തുടങ്ങും. ഇവിടെ ഒരാഴ്ചയായിട്ടുള്ള അവൻ വന്നിട്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ ചെറുക്കനല്ല ഇവിടെ, മനസ്സിലായി. ചെറുക്കൻ്റെ ലക്ഷണമില്ല. കാരണം ഇവിടെ ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ കാര്യമില്ല, മനസ്സിലായ. അവനിപ്പോൾ വന്നതിന് ശേഷം ഷാഫിനെ ശരിക്കും ചീത്ത പറയേണ്ടത്. ഷാഫി അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഷാഫിക്കൊരു കുഴപ്പമില്ല, മനസ്സിലായ. ഷാഫിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അവനും ചീത്ത പറഞ്ഞാൽ ഷാഫിയുടെ കൂട്ടത്തിൽ അവൻ നടക്കണം. പറയുമ്പോ ഒരാളെ പറയണ്ടേ, ഉള്ളിലുള്ള അസ്വസ്ഥത ആരെങ്കിലും തല വെക്കണം, മനസ്സിലായ. അത്രയേ ഉള്ളൂ. അത് വേറെ ഒന്നുമില്ല. ആരെങ്കിലും തല വെക്കണം ഉള്ളിലുള്ള അസ്വസ്ഥത. പലപ്പോഴും പലരും ഭാര്യനെ ഇരിക്കും പറയണം, ഭാര്യ ഭർത്താവിനെ ഇരിക്കും പറയണം, അല്ലെ മക്കളെ പറയും. മനസ്സിലായി. ഒരു ഇതും ഇല്ലെങ്കിലും മക്കളെ പറയും, മനസ്സിലായി. അത് ഒരു ഇത്. കാരണം ഭാര്യ പറഞ്ഞാൽ ഭാര്യ നല്ല ചെകുട്ടി തരും. അതുകൊണ്ട് മക്കളെ പറയും, മനസ്സിലായി. മക്കൾ കാരണം, നിങ്ങൾ കാരണം ഞാൻ ശാസിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ഇതില്ല വെറുതെ പറയണം, മനസ്സിലായി. അവരുടെ ഉള്ളിൽ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല, മനസ്സിലായി. കാരണം എല്ലാ മനുഷ്യരും ജീവിക്കേണ്ടത് ഒന്നുപോലെയാണ്. അങ്ങനെ ജീവിക്കാത്തടത്ത് ആൾക്കാർ മാറും, ചിന്തിക്കും, നോക്കും, മനസ്സിലായി. സമൂഹം മറ്റേ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പോലെയാണ്. എന്തിനാ കളിമണ്ണ് പോലെയുള്ള കുട്ടിപ്പോട്ടെന്നേ, മനസ്സിലായി. ജീവിതം കളിമണ്ണ് കൊണ്ട് പോലെ ഉണ്ടാക്കിയതല്ല. ജീവിതം വളരെ മനോഹരമായിട്ടുള്ളതാണ്. അത് സ്ട്രോങ് ആണ്, മനസ്സിലായി. അതിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായി. അതിനെ ആരും ഭീഷണിപ്പെടുത്തിയാലും ഇതിനകത്ത് യേശിക്കല. ഭീഷണിപ്പെടുത്തട്ടെ, കൊന്നതായിട്ടെ. നമ്മൾ ചാകണ വരെ നമുക്ക് ജീവിക്കേണ്ടതല്ലേ. ആർക്കെങ്കിലും നമ്മളെ കൊല്ലണമെന്ന് താല്പര്യം കൊല്ലട്ടെ നീ. നമുക്കങ്ങനെ അവർ കൊല്ലും, അതുകൊണ്ട് പേടിച്ച് ഒളിച്ചും പാത്തും പോയിരിക്കാൻ നമുക്ക് താല്പര്യമില്ല.
മനസ്സിലായോ? കൊല്ലാൻ താല്പര്യമുള്ളവർ കൊല്ലട്ടെ, ചാകണ്ടാണെങ്കിൽ ചാകണ്ടേ, അല്ലേ? അത്രയേ ഉള്ളൂ. ഇതിവിടെ ഇങ്ങനെ ഉള്ളതാണ്. മനസ്സിലാവും? ഉള്ളതിനകത്ത് നമ്മൾ നാണം കിടന്നതിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ? ഉള്ളതല്ലാത്തതിൻ്റെ ഭാഗം കൈവരുമ്പോഴാണ് നാണക്കേട് വരുന്നത്. മനസ്സിലായോ? ഉള്ളതിനകത്ത് നാണം കിടേണ്ട കാര്യമില്ല. ലൈംഗികമായിട്ട് ഉത്തേജനമുണ്ട്, അതിന് നാണം കിടേണ്ടത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? ഒരു കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ നടന്നുവെച്ചാൽ ഏത് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കമ്പിയാവും, എന്ത് പാടാൻ. ഇത് ഞാൻ തുറന്ന് പറഞ്ഞിട്ടും ആർക്കും പ്രതികരില്ല, അവൻ കൊള്ളത്തില്ല, അതിനെന്തായാലും രോഗമുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ടൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ മനസ്സിലായി ഇത് രോഗമൊന്നുമല്ല, സ്ത്രീയായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമായിരുന്നു. മനസ്സിലായി? സ്ത്രീയായിട്ട് ബന്ധം വന്നപ്പോഴത്തേക്കും ഇൻ്റർകോഴ്സിനല്ല സ്ഥാനം. സ്ത്രീ അവളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെന്ന് പറഞ്ഞാൽ ജീവനാണ്. മനസ്സിലായി? അവൾ വിഷമിച്ചാൽ ഞാൻ അപ്പോഴറിയും. മനസ്സിലായി? എന്നിട്ട് ഞാൻ ചോദിക്കും ഇന്ന കാരണം കൊണ്ടല്ലേ വേണം ആ വഴിക്ക് പോകണം ചെയ്യും. കൊച്ചു തിരിച്ചു വരും. മനസ്സിലായി? ഞാൻ കൊച്ചെന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി? ചില സമയത്ത് എൻ്റെ അമ്മയാണ്, ചില സമയത്ത് എൻ്റെ ഈശ്വരനാണ്. ഓരോ സന്ദർഭത്തിലും മനസ്സിലായി, ഓരോ സന്ദർഭത്തിലും പല വേഷം എടുക്കുന്നുണ്ട്. മനസ്സിലായി? ആവശ്യത്തിനനുസരിച്ച് വേഷമാണ്. എന്നെ പരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായി? ഈ പറയുന്ന ബലഹീനതകളൊക്കെ വാശിയൊക്കെ കാണിക്കുന്ന എന്നെ പരീക്ഷിക്കാനാണ്. മനസ്സിലായി? അത് വേറെ ഒന്നുമില്ല. മനസ്സിലായി? മനസ്സിലായി? അത് വേറെ ഒന്നുമില്ല. മനസ്സിലായി? ആ കൊച്ചൊന്നും അറിയുന്നില്ല. മനസ്സിലായി? കാരണം അതാണ് ജീവിതം. ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായി? അതിന് അവളുമായിട്ടുള്ള ബന്ധം, അതായത് ബന്ധമല്ലേ പവിത്രമായിട്ട് കൊണ്ടുകൊണ്ട്, അത് അവളും തയ്യാറാണ്, ഞാനും തയ്യാറാണ്. വേറെ എന്താ നോക്കേണ്ടത്? തയ്യാറല്ലാത്ത ആൾക്കാർ പുറകെ നടന്നിട്ട് എന്തിനാ കാര്യം ചെയ്യുന്നത്? സംഭവം നല്ല സുന്ദരിയാണ്, പക്ഷെ നമ്മളെ മൈൻഡ് ചെയ്യണില്ലെങ്കിൽ പോയില്ലേ? എന്നുവെച്ചാൽ നമ്മൾ എന്നെ മൈൻഡ് ചെയ്യണില്ല, ഞാനും മൈൻഡ് ചെയ്യുന്നു, അവളും എന്നെ മൈൻഡ് ചെയ്യുന്നു. പരസ്പരം കൃത്യമായിട്ട് അറിയുന്നു, അനുഭവിക്കുന്നു. അതിനിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് കൊണ്ടുവരുന്നില്ല. ഈശ്വരൻ്റെ പുറകെ നടക്കുന്നില്ല, എൻ്റെ കൂടെയാണുള്ളത്. അവിടെ ഓക്കെ ഫൈൻ, ഏറ്റവും സൂപ്പറല്ല. അപ്പോൾ ഇതിൻ്റെ പേര് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്യാൻ? മനസ്സിലായോ? നമുക്ക് 25 വയസ്സുള്ളൂ, എനിക്ക് 60 വയസ്സുണ്ട്. അപ്പോൾ ഇവരോട് എല്ലാവരും പറയുന്നത് കിളവന്മാരാണ് പ്രായം. പക്ഷേ എൻ്റെ അടുത്ത് നമുക്ക് പോകാൻ തോന്നില്ല, എനിക്ക് അവളെ വിട്ടിട്ട് പോകാൻ തോന്നില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ബലം പിടിച്ചിരിക്കുന്നുമില്ല. ജനിയെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഡിപ്രസ്ഡ് ആവുക. ജനിയെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല. മനസ്സിലായോ? അവളവിടെ സ്വന്തം ഇഷ്ടത്താൽ വന്നാണ്. എനിക്ക്